ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലത. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴ ഒന്ന് മാറിയപ്പോൾ ഞാൻ പതുക്കെ ടെറസിലോട്ടൊന്ന് കയറിയേ, എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുഴപ്പമില്ല, എല്ലാവരും നല്ല ഹാപ്പിയാണിത്. നമ്മുടെ ഒരു വെണ്ടയിൽ ചിലതൊക്കെ മൊസൈക്ക് വന്ന് ഞാൻ പിഴുത് കളഞ്ഞു. പിന്നെ ഇതാ അതിനടുത്ത് നമ്മുടെ ഒരു പയർ നിൽപ്പുണ്ട്. ഒരു പയറുണ്ട്. ആ പയറിന് താഴെ ഇത് നിൽപ്പുണ്ട്. ഒരു ടൊമാറ്റോ നിൽപ്പുണ്ട്. ഇത് ഇപ്പുറത്ത് ഒരു വശത്ത് ഒരു കുക്കുംബർ നട്ടതാണ്. ആ കുക്കുംബർ നട്ട സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മഴ കാരണം ഇടയ്ക്കുള്ള ചിലതൊക്കെ പോയി, ചിലതൊക്കെ കയറി വന്നിട്ടുണ്ട്. ഒരു 10-12 എണ്ണം നട്ടതിൽ ഒരു 4-5 ചോട് മാത്രം കിട്ടി, ബാക്കിയെല്ലാം പോയി. ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന പയറും തക്കാളിയൊന്നും കുഴപ്പമില്ല. പയർ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, തക്കാളി കയറി വരുന്നുണ്ട്. തക്കാളി മഴയ്ക്ക് ശേഷം നട്ടതാണ്. ഇതുണ്ടോ, ഇവിടെ കുക്കുംബറിനടുത്ത് നല്ല ചുമന്ന ചീര നിൽപ്പുണ്ട്. ചീരയും പോയി. ചീരയ്ക്ക് മഴ ശരിയാവില്ല. ചീരയ്ക്ക് നല്ല വെയിലല്ലേ വേണ്ടിയത്. എനിക്ക് ധാരാളം ചീര വെട്ടിക്കൊണ്ടിരുന്നതാണേ. പ്രാവശ്യം ചീര അങ്ങനെ അധികം കിട്ടിയില്ലത്. കുക്കുംബർ ഒരെണ്ണം പോയി, ചോട് അഴുകിപ്പോയി. അതിന് പിഴുത് കളഞ്ഞിട്ട് കുമ്മായം ഇട്ട് മണ്ണ് ശരിയാക്കിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും നട്ട് കൊടുക്കാം. ഇതാ അവിടെ നമ്മുടെ സാനിയുണ്ടോ, സാനിയൊക്കെ എന്ത് പറ്റിയത് ഇതുണ്ടോ, ചുണ്ടൊക്കെ വളഞ്ഞ് കോടി, നല്ല സുന്ദരിയായ സാനിയുടെ ചിറി കോടിപ്പോയി. ഇങ്ങനെ ആവുന്നതിന് കാരണം എന്താണെന്നറിയാമോ? മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിയാണ്. നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം നടുന്ന സമയത്ത്. മഴക്കാലം ആയത് കാരണം നമ്മളിട്ട മൈക്രോ ന്യൂട്രിയൻസൊക്കെ മഴവെള്ളത്തിൽ ഒലിച്ച് പോവുകയും ചെയ്ത് അടുത്ത് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനും പറ്റിയില്ല. കണ്ടിട്ടില്ലേ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. ബോറോൺ ഡെഫിഷ്യൻസിയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പ് വ്യത്യാസത്തിന് കാരണമാവുന്നത്. അതിനാണ് നമ്മൾ സപ്ലിമെൻ്റായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം. വേണ്ട, മഞ്ഞ കളറിൽ നിൽക്കുന്നതുണ്ടോ. അതേസമയം തൊട്ടപ്പുറത്ത് നമ്മുടെ ഇതാണ് സ്നോ വൈറ്റ് കുക്കുംബർ. സ്നോ വൈറ്റിന് ഒരു പ്രോബ്ലം ഇല്ല, അവൻ ഹെൽത്തിയാണ്. സ്നോ വൈറ്റിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഹെൽത്തിയാണ്, നിൻ്റെ ചിറിയൊക്കെ കോടിപ്പോയല്ലോ എന്ന് അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വേണ്ട, സ്നോ വൈറ്റ്. അപ്പോൾ നമ്മുടെ കുക്കുംബറും ചീരയും പയറും തൊട്ടപ്പുറത്ത് വേറൊരു ചോട് കയറി വരുന്നുണ്ട്, അതും കുഴപ്പമില്ല. മഴക്കാലത്തെ കൃഷി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടുന്ന വളങ്ങളെല്ലാം ഒഴുകിപ്പോവും. അടുത്ത് അവിടെ ഒരു വരി വെച്ചത് കുഴപ്പമില്ല, അത് നല്ലതായിട്ട് വരുന്നുണ്ട്. ഈ പെരുമഴ വരുമ്പോൾ നമുക്ക് ടെറസിലോട്ട് കയറി വരാൻ പറ്റില്ല. കയറിയാൽ പണി പാളും. അത് കാരണം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലേ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.